സുരേഷ് കൊച്ചാട്ടിൽ സാർ, നമസ്കാരം. നമസ്കാരം സർ. അങ്ങേ ABC പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ഒരുപക്ഷെ ഈ ദേശീയ പ്രാധാന്യമുള്ള വലിയ മാധ്യമങ്ങളുടെ അകവും പുറവും അറിയാവുന്ന ഒരു മലയാളി എന്ന നിലയിൽ മാധ്യമ വിദഗ്ധൻ എന്നൊക്കെയുള്ള പേര് അങ്ങേക്ക് ചേരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരാൾ ഇന്ന് അങ്ങയിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബേണിംഗ് ഇഷ്യൂ നീതി ആയോഗിനോട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്. ഇതിനകത്തെ രാഷ്ട്രീയം വിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെയും ഭരണകക്ഷിയായ NDAയുടെയും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ഇന്ത്യക്കാർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, തീർച്ചയായിട്ടും നീതി ആയോഗ് എന്ന പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ എവിടം വെച്ചാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിലേക്ക് പരിണമിച്ചത്? എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസം? എന്തായിരിക്കും മമതാ ബാനർജിയെ പ്രകോപിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ? ഏറ്റവും വിദഗ്ധനായ ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ നമുക്ക് അത് സംബന്ധമായ വിശദാംശങ്ങൾ കേൾക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സുരേഷ് കൊച്ചാട്ടിൽ സാറിനെ ഒരിക്കൽ കൂടി ABC ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, അങ്ങേക്ക് ആരംഭിക്കാം. സാറേ നമസ്കാരം. ഇത് മെയിനായിട്ട് നമ്മളൊരു സോവിയറ്റ് മോഡലായിരുന്നു നമ്മുടെ ഒരു രാഷ്ട്രം എന്ന് പറയാം. ഭാരത് ദേശം എന്ന് പറയുമ്പോൾ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മളൊരു സോവിയറ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഈവൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സോവിയറ്റ് മോഡലിലായിരുന്നു. ബിക്കോസ് നമ്മുടെ IIT ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ, ഞാനൊരു 2 കൊല്ലം ഒരു ടോക്ക് കൊടുക്കാൻ പോയിരുന്നു, അവിടെ ഒരു സ്പീച്ച് കൊടുക്കാൻ പോയിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ കണ്ടത് ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ, ഒരു കോർണറിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ കിടപ്പുണ്ട്. അതിൽ എഴുതിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് സോവിയറ്റ് യൂണിയനാണ് ഇത് സെറ്റപ്പ് ചെയ്തത്, IIT ഡൽഹി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നെഹ്റു ഒക്കെയാണ് തുടങ്ങി വെച്ചതെന്നാണ് കോൺഗ്രസ്സുകാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എയിംസ് നെഹ്റുവാണ് തുടങ്ങിയ, IIT നെഹ്റുവാണ്. പക്ഷെ കണ്ടുവന്നപ്പോൾ അത് സോവിയറ്റ്സിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് IIT ഡൽഹി തുടങ്ങിയത്. പിന്നെ ഓഫ് കോഴ്സ് IIT ഡൽഹി മാറിയിട്ടുണ്ടാവും. ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ കൂടെ അതേ സമയത്ത് നമുക്ക് കിട്ടിയ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് സൗത്ത് കൊറിയയ്ക്കും ഇൻഡിപെൻഡൻസ് കിട്ടിയായിരുന്നു. ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിന്ന് പുറത്തേക്ക് കടന്ന സമയം തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻസ് പറയാം. അത് വേണമെങ്കിൽ തകർന്ന ഒരു എക്കോണമി ആയിരുന്നു അവരുടെ. പക്ഷെ അത് കഴിഞ്ഞ് 75 കൊല്ലം കഴിയുമ്പോൾ സൗത്ത് കൊറിയ അവിടെ നിൽക്കുന്ന, ജപ്പാൻ അവിടെ നിൽക്കുന്ന നമുക്കൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓൾമോസ്റ്റ് 60 കൊല്ലം PV നരസിംഹറാവു വരണ വരെ നമ്മുടെ രാഷ്ട്രം ഒരു സോഷ്യലിസ്റ്റ് മോഡലിലാണ് നടത്തുന്നത്. പെർമിറ്റ് രാജ് എന്ന് പറയും, നമ്മളെല്ലാവർക്കും അറിയാം. സ്കൂട്ടർ ഉണ്ടാക്കാൻ എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന സ്കൂട്ടർ 87 സ്കൂട്ടർ വാങ്ങിച്ചു തന്നപ്പോൾ അച്ഛൻ അത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ത്രൂ കാശ് കൊടുത്ത് 6 മാസം വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആ വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറച്ച് 1 മാസമാക്കി സ്കൂട്ടർ വാങ്ങിച്ചു തന്നു. ആലോചിച്ചു, ഒരു സ്കൂട്ടർ വാങ്ങണമെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഷോറൂമിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളതൊന്ന് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് വെറുതെ സ്കൂട്ടറിൻ്റെ ഒരു പരസ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമുക്ക് വിളി വരും, സാറേ സ്കൂട്ടർ വേണോ ബൈക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവർക്ക് എങ്ങനെ അത് മനസ്സിലായി. അത് വേറെ കാര്യം. അതൊരു ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു ഇന്റർനെറ്റിന്റെ ഒരു പെക്യുലാരിറ്റിയാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ബ്രൗസിങ് ഹാബിറ്റ്സിന്റെ മേലെ ഇരിക്കും. അത് വെച്ചിട്ടാണ് ഇവര് നമ്മളെ ട്രാക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ അതിൽ നിന്ന് കടന്നു വന്ന് മുമ്പിലേക്ക് വരുമ്പോൾ 60-ലും 70-ലും പിന്നെ 80-ലും കടന്നു വന്നപ്പോൾ ലാസ്റ്റിൽ ചന്ദ്രശേഖരന്റെ സമയത്താണ് എനിക്ക് തോന്നുന്നത്, ആ സമയത്തായിരുന്നു ഒരു പേയ്മെന്റ് ക്രൈസിസ് വന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലെ സ്വർണം ലണ്ടനിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിനുള്ള വേണ്ടി കാശെടുക്കേണ്ടി വന്നു. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന അതേ പരിസ്ഥിതി അന്ന് നമുക്കുണ്ടായിരുന്നു. അതുണ്ടാവാൻ കാരണം വേറൊന്നല്ല, നമ്മുടെ ഒരു സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമി പൊളിഞ്ഞ് പാളിസായതാണ്. നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, വലിയ വലിയ സ്റ്റീൽ കമ്പനികൾ, എയർ ഇന്ത്യ ടാറ്റയുടെ നിന്ന് പിടിച്ചെടുത്തു, ബാങ്കുകളെല്ലാം നാഷണലൈസ് ചെയ്തു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏത് ബാങ്ക് എടുത്താലും, ആന്ധ്ര ബാങ്ക് എടുത്താലും, കനറ ബാങ്ക് എടുത്താലും, സിൻഡിക്കേറ്റ് ബാങ്ക് എടുത്താലും, ഈ വലിയ വലിയ ബാങ്കുകളൊക്കെ തുടങ്ങി വെച്ചത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് ആയിരുന്നു ആ കാലത്ത്. അവരുടെ കയ്യിൽ നിന്ന് രാത്രിക്ക് രാത്രി ഇന്ദിരാഗാന്ധി ആ ബാങ്ക് എല്ലാം നാഷണലൈസ് ചെയ്തു. 14 ബാങ്കുകൾ ഒരുമിച്ചല്ലേ? യെസ്. അത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യം അത് വേറൊരു ഡിബേറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു പബ്ലിക് സെക്ടർ ബാങ്കും ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കും നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി പണ്ടത്തെ മാതിരി നടക്കില്ല. ഒരു HDFCയോ ICICIയുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് ബാങ്കിനോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ബാങ്കിനോ അല്ലെങ്കിൽ കനറ ബാങ്കിനോ ഇത് കോമ്പറ്റീഷൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് എന്താണ് അവരൊരു കൾച്ചർ അതാണ്.
അതേ കൾച്ചറിൽ നിന്നാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പുറത്തു വന്നത്. ഓ സോവിയറ്റ് മോഡലിൽ 5 കൊല്ലത്തിന് ഒരു പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷൻ ഒരു പ്ലാൻ ഇട്ട് ഒരു നാഷണൽ ലെവലിൽ പ്ലാൻ ഉണ്ടാക്കി അതിനുള്ള ഫണ്ട്സ് കണ്ടെത്തി ഓരോ ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പ്ലാനിംഗ് കമ്മീഷൻ നടന്നു വന്നത്. പക്ഷെ നമ്മൾ കണ്ടുവന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ആർക്കൈക് മോഡലായിരുന്നു. ഇംഗ്ലീഷിൽ ആർക്കൈക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജുറാസിക് ആയിരുന്നു. അതിന്റെ സമയം ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ പൊളിയാൻ കാരണം തന്നെ അതായിരുന്നു. അവരൊരു എക്കോണമിയാണ്. ഇപ്പൊ ചൈനയെ കണ്ടു പഠിക്കണം നമ്മൾ. ചൈന ഞാൻ പറയണ US-നെക്കാട്ടിലും ക്യാപിറ്റലിസ്റ്റ് ആണ്. നമ്മുടെ പിണറായി വിജയനോ ഇവരും ക്യൂബയെ പറ്റി പറയുന്നത് ഞാൻ എഴുതി തരാം. ക്യൂബയും ഒരു 10-15 കൊല്ലം കഴിഞ്ഞ ചൈന മാരിയാവും. അവർക്ക് ഓ മനസ്സിലായി ജീവിച്ച് മുമ്പിൽ പോണെങ്കിൽ നമ്മൾ ഒരു ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റ് വേണം. നമ്മൾ ഓ ലാഭം എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു ഇറ്റ്സ് നോട്ട് എ പാപമല്ല, ബാഡ് വേർഡ്. ലാഭം പാപമല്ല. പാപമല്ല. ശരിയാണ്, ശരിയാണ്. ലാഭം ഉണ്ടാക്കിയാലേ നമുക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും എടുത്തിട്ട് നമ്മൾ കാശ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയും കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ അംബാനിയും അദാനിയും എത്ര ചീത്ത പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവരാർക്കും അംബാനിയോ അദാനിയോ തന്നേക്കണേന്റെ 10% ജോലി ഇവർക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ ഈ നിതി ആയോഗ് വരാൻ കാരണം മോദി ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ മോദി ഗവൺമെന്റ് മനസ്സിലായി ഇതൊരു ഈ പ്ലാനിംഗ് കമ്മീഷൻ ആ കാലത്ത് മോണ്ടെക് സിംഗ് ആലുവയിലായിരുന്നു ഓൾമോസ്റ്റ് 10-15 കൊല്ലം ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. പ്ലാനിംഗ് കമ്മീഷന്റെ അതിന്റെ ഒരു ലൈഫ് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. ബിക്കോസ് നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ്, നമ്മളൊരു സോഷ്യലിസ്റ്റ് മോഡലിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡലിലേക്ക് മാറുകയാണ് ചെയ്തത്. ആ മാറ്റത്തിലാണ് നമ്മുടെ ഈ രാഷ്ട്രം ഒരു പുതിയ നമ്മളൊരു ഓപ്പൺ അപ്പ് എക്കോണമി ആയി മാറിയത്. 66 ബില്യണിലെ പോപ്പുലേഷൻ, 66 മില്യണുള്ള പോപ്പുലേഷൻ UK-നെ നമുക്ക് 70 കൊല്ലം പിടിച്ചു ഓവർടേക്ക് ചെയ്യാൻ. മൂന്നാമത്തെ വലിയ 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് വരാൻ വേണ്ടി. ഇനി നമ്മൾ 3ാമത്തെ ഓ ഓ ലാർജസ്റ്റ് എക്കോണമി ആകുമ്പോൾ. പക്ഷെ ഇതാവണമെങ്കിൽ നമുക്കൊരു പ്ലാനിങ് വേണം. അത് ഈ പ്ലാനിങ് യെസ് കമ്മീഷനിൽ വരില്ല. അത് പണ്ട് നമ്മൾ എയർ ഇന്ത്യ നടത്തിക്കൊണ്ട് പോയമാതിരിയാണ്. എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല, അതിൽ തന്നെ പോകാനേ ഉള്ളൂ. വേറെ ഒരു ഫ്ലൈറ്റും വേറെ ഒരു എയർലൈൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് തിരിച്ചു വിറ്റു. അത് കഷ്ടകാലത്ത് ടാറ്റയ്ക്ക് വിറ്റത് മാത്രമല്ല, ടാറ്റയ്ക്ക് വിറ്റിട്ട് ടാറ്റ പാവം അതിൽ 1 ലക്ഷം കോടി കണ്ട് കൊടുത്ത് വാങ്ങിച്ചു. അവരുടെ ഓൺ എയർലൈൻ ആയിരുന്നു അത്, അവരുടെ സ്വന്തം അതെ അതെ എയർലൈൻ ആയിരുന്നു. പക്ഷേ വലിയ അത് വില കാണുമ്പോൾ കൊടുത്ത് തന്നെ തിരിച്ചു വാങ്ങേണ്ടി വന്നു അല്ലേ? കറക്റ്റ് സർ, അത് വാങ്ങി. പക്ഷെ വാങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും അവർ കഷ്ടപ്പെടുകയാണ് പഴയൊരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയിട്ട്. സ്റ്റാഫിന്റെ ആയാലും ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ആയാലും പൈലറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വളരെ തയ്യാറെടുക്കും. ഈ ഉം. പ്ലാനിംഗ് കമ്മീഷന് നിതി ആയോഗിലേക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു പ്രൊഫഷണൽസിനെ അവർ കൊണ്ടുവന്നിരുന്നു ഇതിലേക്ക്. കുറെ പ്രൊഫഷണൽസ്, അത് നമ്മൾ മാറി മാറി വന്ന ചെയർമാൻ നിതി ആയോഗിന്റെ ഓരോ പേര് വന്ന് അവരൊരു പ്ലാനിങ്, ഒരു സ്റ്റഡി ആയിട്ടുള്ള പ്ലാനിങ് ഓരോ സ്റ്റേറ്റിനും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിന് അവർ എവാലുവേറ്റ് ചെയ്തിട്ട് പറയും ഇത് നല്ല പ്രോജക്റ്റ് ആണ് കേട്ടോ, പക്ഷെ ഇത് ഇങ്ങനെ ചെയ്താൽ ഒന്ന് നന്നായി വരും. നിങ്ങൾക്ക് ഇതിന് ഫണ്ടിങ് വേണമെങ്കിൽ ഈ പർട്ടിക്കുലർ മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഇതിന് ഫണ്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, IMF നിന്ന് നിങ്ങൾക്ക് ലോൺ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ ഉം. എവിടെന്നെങ്കിലും വാങ്ങിക്കാം. ഇത് നമ്മൾ കിഫ്ബി പോയി വാങ്ങിച്ച ലോൺ മാതിരി അല്ല. ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിതി ആയോഗ് പറയുന്നത്. അപ്പൊ നിതി ആയോഗിൽ പോയിട്ട് അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ മമതാ ബാനർജി വാക്കൗട്ട് ചെയ്യാൻ കാരണം അവർ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വന്നതാണ്. ഞാൻ അവിടെ വന്നൊരു ഓ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അവർ വാക്കൗട്ട് ചെയ്യാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ അതേ പ്രോബ്ലം ആയിരുന്നു. എൻ്റെ മൈക്ക് ആരോ ഓഫ് ചെയ്തിട്ടു. അതെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈക്ക് ആരോ ഓഫ് ചെയ്തിട്ടു. നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വർത്താനം പറഞ്ഞോളൂ, ചെറിയൊരു ഹോളല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അതെ ശബ്ദത്തിൽ അതെ നല്ല ഉറക്കത്തിൽ പറയാമല്ലോ. പക്ഷേ മോദി, പ്രധാനമന്ത്രി മോദിയും പറഞ്ഞു, നിതി ആയോഗിന്റെ ചെയർമാനും പറഞ്ഞതാണ് ഓരോ സംസ്ഥാനം കോമ്പീറ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് നിതി ആയോഗിന്റെ ഒരു ഫോക്കസ്. ഉത്തർപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഈ രാഷ്ട്രങ്ങളൊക്കെ, തമിഴ്നാട് സ്പെഷ്യാലിറ്റി ഉണ്ട് സാർ, അവർ മൊബൈൽ ഫോണും കാറിൻ്റെ ഫോക്കസാണ് അവർക്കുള്ളത്. കാർ അവർ വെക്കാൻ കാരണം അവർക്ക് ഒരു കോസ്റ്റ് അടുത്താണ്, ചെന്നൈ പോർട്ട് അടുത്താണ്. അവർക്ക് കാർ ഉണ്ടാക്കി ഹ്യൂണ്ടായി ആയാലും ബാക്കി പണ്ട് ഫോർഡായിരുന്നു, ഇപ്പോൾ ടാറ്റയാണ്, അവരവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി അവർക്ക് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ശ്രീപെരുമ്പുദൂരിൽ ഒരു വലിയൊരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട്. അവിടെയാണ് ഐഫോണും മറ്റേ പരിപാടികളൊക്കെ ഉണ്ടാക്കണം. ഇതൊരു ഉണ്ടാക്കി ഇത് നഡ്ജ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയും ഇംഗ്ലീഷിൽ. ഇവരൊന്ന് തട്ടി ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ മാതിരി അവിടുന്ന് പച്ച പിടിച്ച് വന്നോളൂ. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തിനും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടി വരും, സ്പെഷ്യലി കേരളമായിരുന്നു. ഉം. അതാണ് ഓക്കെ സാറിൻ്റെ അടുത്ത് ഞാൻ പറയും. ബിക്കോസ് ഇതാണ് ഒരു നിതി ആയോഗിന്റെ ഒരു സ്ട്രാറ്റജി അവരുടെ ഇതായിരുന്നു. ദാറ്റ് നമ്മളൊരു മോഡേൺ അതെ ടൈംസിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് സാറേ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട്
ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് പകരം ഓരോ സ്റ്റേറ്റിനെയും പ്ലാനിങ്ങിലും ഇംപ്ലിമെന്റേഷനിലും പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതിലും ഡെവലപ്മെന്റിലും കോമ്പീറ്റന്റ് ആക്കി മാറ്റിയിട്ട് കോമ്പീറ്റൻസി അനുസരിച്ച് ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം എന്നല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതുണ്ട്, അതിലുണ്ട്, അതിൽ ഒരു സംശയമില്ല. ബിക്കോസ് വേറെ ഒന്നല്ല, എഫിഷ്യൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം, കേരളത്തിലെ കാര്യം. KSEB നോക്കൂ സാർ. KSEB ലാസ്റ്റ് 2 മാസം കേരളത്തിൽ, എനിക്കറിഞ്ഞ മാതിരി ഞാൻ ABC മലയാളത്തിലും കണ്ടിരുന്നു, ഈ ബില്ല് വരുന്നതിൽ അവർ ഓൾമോസ്റ്റ് 10-20% ബില്ലിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് കാശ് വാങ്ങണം. ഉണ്ട്. ഡെപ്പോസിറ്റ് ആയിട്ടും എക്സ്ട്രാ ചാർജ് ആയിട്ടും വേറെ എന്തൊക്കെയോ ചാർജ് ആയിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ പണ്ടുണ്ടായിരുന്ന ഒരു BSNL നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊരു ലാൻഡ് ലൈൻ, ആ ലാൻഡ് ലൈൻ കിട്ടാൻ വേണ്ടി സാറിന് അറിയാതെ കഷ്ടപ്പെട്ടു, കുറേ പേര് കഷ്ടപ്പെട്ടു. ഞാനൊരു ജേർണലിസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് 6 മാസം പിടിച്ചു ഒരു ഫോണിന്റെ ലൈൻ കിട്ടാൻ. ഞാൻ പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 20-25 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അത് കഴിഞ്ഞ് മൊബൈൽ ഫോൺ വന്നു. മൊബൈൽ ഫോൺ വന്നപ്പോൾ ആദ്യം 16 റുപ്യായിരുന്നു ഇൻകമിങ്, 16 റുപ്യ ഔട്ട് ഗോയിങ്. അവിടുന്ന് മുമ്പ് വന്ന് ഇപ്പൊ ഫ്രീ ആയി. ഇപ്പൊ ഒരു തുച്ഛ കാശിന് ഒരു 800 റുപ്യക്കൊക്കെ ഒരു നല്ല മന്ത്ലി പ്ലാൻ കിട്ടും നമുക്ക്. രാവും പകലും സംസാരിച്ചുകൊണ്ടിരിക്കാം. കറക്റ്റ്. ആൾക്കാർ ഡാറ്റ, ഈ ജിയോനെ എത്ര തെറി വിളിച്ച, അംബാനി തെറി വിളിച്ച ആൾക്കാരെ അതേ ഫോണിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ മാതിരി സിനിമ കാണുന്നു, വീഡിയോ കാണുന്നു അവിടെ ഇരുന്നിട്ട്. അതാണ് എൻ്റെ ഒരു ഇത്. കോമ്പറ്റീഷൻ വേണം സാർ. നാളെ ആലോചിച്ചൊക്കെ KSEB 2 വിഭജിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൽക്കട്ടയിൽ കണ്ടിട്ടുണ്ട്. കൽക്കട്ടയിൽ ആരാണ്? പ്രൈവറ്റ് സെക്ടറാണ് നടത്തുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ അവിടെ. അപ്പൊ ഇതേമാതിരി നമ്മുടെ മഹാരാഷ്ട്രയിൽ BST എന്ന് കാണും, നമ്മൾ ബോംബെയിൽ ടാറ്റ ആണ് സപ്ലൈ ചെയ്യുന്നത്, ഡൽഹിയിലും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത ഇപ്പൊ ഈ മമതാ ബാനർജിക്കൊക്കെ ഈ പ്രൈവറ്റ് സെക്ടറിന്റെ നേരെ എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തേക്ക് ആക്കണ്ട്. ദാൽമിയ ആരായാലും അവിടെ നടത്തുന്ന ആൾക്കാരെ പിടിച്ച് പുറത്തേക്ക് ആക്കണ്ട്. അവിടുത്തെ ചെയ്യുന്നില്ല. ബിക്കോസ് എഫിഷ്യൻസിയാണ് അവിടെ ചെയ്യില്ല, എഫിഷ്യൻസിയാണ്. അപ്പൊ നാളെ കേരള KSEB 2 വിഭജിച്ച് പറയാം, ഒന്ന് പ്രൈവറ്റും ഒന്ന് പബ്ലിക്കും. ലൈൻ കോമൺ ആയിരിക്കും, ഇട്ട ലൈൻ കോമൺ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ മാതിരി ആർക്ക് നിങ്ങൾ ഏത് ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് നിങ്ങൾ പ്ലാൻ വാങ്ങാം. അപ്പോൾ നാളെ പ്രൈവറ്റ് സെക്ടർക്കാരൻ പറയും ഞാൻ നിങ്ങൾക്ക് 2 റുപ്യ യൂണിറ്റിന് തരാമെന്ന്. KSEBക്കാർ 3 റുപ്യ ആയിരിക്കും. അപ്പോൾ KSEBക്കാർക്ക് വില കുറയ്ക്കുന്നവർ, വില കുറച്ചവർക്ക് പറ്റില്ലല്ലോ. അവർക്ക് കോമ്പറ്റീഷൻ വേണമെങ്കിൽ അവരെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. കാരണം കറണ്ട് പവർ കട്ട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് നിതി ആയോഗിന്റെ ഒരു ലോജിക്ക് വരുന്നത് സാർ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. ഇവിടെ ഹൈദരാബാദിൽ നിതി ആയോഗ് കുറെ പ്രോജക്റ്റ്, തെലങ്കാന എന്ന് വയ്ക്കാം, തെലങ്കാനയിൽ കുറെ പ്രോജക്ട്, മിഷൻ ഭഗീരഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ജൽ ജീവൻ മിഷന് മുമ്പ് വന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോദാവരി എന്നുള്ള വെള്ളം മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നാണ് വരിക. കർണാടകത്തിൽ നിന്ന് കൃഷ്ണ വരും, ഗോദാവരി വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഗോദാവരി നദി, ഈ 2 നദികളും അവസാനം ഒഴുകിപ്പോയി കടലിലേക്കാണ് പോണത്. പോണ വഴിക്ക് കുറെ ഡാം കെട്ടിയിട്ടുണ്ട്. ആ ഡാമിൽ നിന്നുള്ള വെള്ളം, ബിക്കോസ് എപ്പോഴും നമുക്കറിയാം മോൺസൂൺ സീസണിലാണ്, ഈ നല്ല മഴ വരുമ്പോഴാണ് ഈ വെള്ളം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുക. ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ കേരളം മാതിരിയാണ്, ഭാരതപ്പുഴ നിറയും മഴക്കാലത്ത്. അത് കഴിയുമ്പോൾ സമ്മർ വരുമ്പോൾ പറയും കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയും. ഇതാണ് നമ്മൾ തിരുവനന്തപുരത്തും കാണുന്നത്. തമ്പാനൂർ നിറഞ്ഞു ഒരു ചെറിയ മഴ പെയ്യലും, പക്ഷെ അവസാനം പറയും നമുക്ക് കുടിവെള്ളം ഇല്ല എന്ന് പറയും. ബിക്കോസ് നമുക്ക് സ്റ്റോറിങ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതിന് നല്ലൊരു പ്രോജക്റ്റ് അവരുണ്ടാക്കി, മിഷൻ ഭഗീരഥ അവിടുത്തെ BRS ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ നിതി ആയോഗ് അവർക്ക് ഒരു അവാർഡ് കൊടുത്തു. അതിനെപ്പറ്റി വലിയൊരു ഇതുണ്ടായി BJPയിൽ തന്നെ. BJPക്കാർ പറഞ്ഞു ഈ BRSന് ഇങ്ങനെ അവാർഡ്. അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. ഓരോ സംസ്ഥാനം അവരവരുടെ പ്രോജക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നിതി ആയോഗിന്റെ സഹായം എടുത്ത് ചെയ്യുന്ന അവരുടെ അടുത്ത് എക്സ്പേർട്സ് ഉണ്ട്, കുറെ എക്സ്പേർട്സ് ഉണ്ട് അടുത്ത്, ഓരോ ഡൊമൈൻ എക്സ്പേർട്സ് ഉണ്ട് അവരുടെ അടുത്ത്. അത് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഈ പറഞ്ഞ മാതിരി നമ്മുടെ മാലിന്യം ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യത്തിലായാലും എല്ലാത്തിനും അവരുടെ അടുത്ത് എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ അടുത്ത് പോയിരുന്ന് വർത്താനം പറഞ്ഞ് ഫണ്ട്സ് വാങ്ങാണ്ട് അവരായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. സാറേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല കൗതുകം തോന്നുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ ഡെവലപ്മെന്റൽ കൺസെപ്റ്റിനും ഇങ്ങനെ ഒരു കോമ്പീറ്റൻസി കൊടുക്കുന്നത് നല്ലതല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ സാറിന് അത്ര സൂക്ഷ്മമായിട്ട് അറിയണ്ടാവില്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് MP ഫണ്ടും MLA ഫണ്ടും കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള കോൺട്രാക്ടർമാർക്ക് കൊടുക്കും. അപ്പൊ തന്നെ ഓരോ MLAയും MP-യും അതിന്റെ 10% കമ്മീഷൻ പറ്റും. അതിന് പകരം എനിക്കിപ്പോ സാറ് പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഈ MP ഫണ്ട് MLA ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് തന്നെ നിർത്തിവെച്ചിട്ട് ഓരോ മണ്ഡലത്തിന്റെയും ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റ്, അതിന്റെ പ്ലാനിങ്, അതിന്റെ പ്രോജക്റ്റ് തുടങ്ങിയവ സമർപ്പിച്ചിട്ട് അതിന്റെ ഫൈനാൻഷ്യൽ ഏജൻസികളെ, ബന്ധപ്പെട്ട മോണിറ്ററിംഗ് ഏജൻസികളെ കണ്ടുപിടിച്ച് അങ്ങനെ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോൾ ഓരോ MLAക്കും മത്സരിച്ച് ഡെവലപ്മെന്റ് നടത്താനും പറ്റും. അവരുടെ ഹൈലി കോമ്പീറ്റന്റ് ആയ MLA ആരാണെന്ന് അറിയാനും പറ്റും. ഇപ്പോ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ യോഗം ചേർന്നിട്ട് ഈ ജനപ്രതിനിധികളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
ആ ഓഡിറ്റ് ഇത്തരത്തിൽ സാർ ഈ പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് വെച്ച് ഓരോ മനുഷ്യന്റെയും ഓരോ സ്ഥാപനത്തിന്റെയും എഫിഷ്യൻസി വെച്ച് കോമ്പിറ്റൻസി വെച്ച് അതിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ പൊളിറ്റിക്സിൽ കൂടി വന്നാൽ എന്തുമാത്രം നന്നായിരിക്കും അത്. ഡെഫിനറ്റ് ആയിട്ട് സാറേ, ഞാൻ പറയുന്ന കാരണം എന്താണ്, നമ്മളൊരു ഈ വെള്ളാനകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇല്ല. വെള്ളാനകളുടെ നാടായി മാറാൻ പാടില്ല. ഇപ്പോഴും എനിക്ക് വരവേൽപ്പിലെ സിനിമയിലെ മോഹൻലാലിന്റെ ബസ്സിന്റെ കഥ ഓർമ്മ വരും, കേരളത്തെ പറ്റി പറഞ്ഞു. സത്യം. ഇവൻ പണ്ട് വാജ്പേയി പറഞ്ഞത് അതിനെ പറ്റിയിട്ട് കുമരകത്ത് വന്നപ്പോൾ. ബിക്കോസ് നമ്മുടെ നാട് ഇപ്പം എൻ്റെ മാതിരി ഒരാള് അന്യരാഷ്ട്രത്തിൽ വന്ന് ജോലി എടുക്കേണ്ട കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഹൈദരാബാദിൽ വന്നു, അത് വേറെ കാര്യം. പക്ഷെ അതല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർ പറയും എത്രയോ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകണം, യൂറോപ്പിലേക്ക് പോകണം, അവിടെ പോകണം, എവിടെ പോകണം എന്ന് പറയും. അവർ പോകാൻ കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് വർക്ക് ചെയ്യും. ഇന്ന് കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയിട്ട് മാറുകയാണ്. അവിടെ ആകെയുള്ളത് വലിയൊരു വീട്, അതിലൊരു അച്ഛനും ഒരു അമ്മയും വയസ്സായിട്ടുള്ള ആൾക്കാർ. ഇതാണ് അവിടുത്തെ പ്രോബ്ലം. നമുക്കൊരു എഫിഷ്യൻസി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ടെക്നോ പാർക്ക് ഉണ്ട് തിരുവനന്തപുരത്ത്, ഇൻഫോ പാർക്ക് ഉണ്ട് കൊച്ചിയിൽ. അത് എക്സ്പാൻഷൻ കണ്ടിട്ടില്ല. ഒരു ഹൈദരാബാദോ ബാംഗ്ലൂരോ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇത് ഇവരിങ്ങനെയായിട്ട്, ഞാൻ കുറേ പേര് അവിടെ വരുമ്പോൾ അവർ ഹൈടെക് സിറ്റിയിലൊക്കെ കൊണ്ടുപോയി ഹൈദരാബാദ് IT ഡിസ്ട്രിക്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അവരെൻ്റെ അടുത്ത് പറയും ഇത് ഇങ്ങനെ അവിടെ ഒരു ഡെവലപ്മെന്റ് വന്നു. അവിടുത്തെ ഔട്ടർ റിംഗ് റോഡ് കാണിച്ചു കൊടുക്കും. 8 ലെയിനാണ്, 167 കിലോമീറ്റർ സിറ്റിയുടെ ചുറ്റും. ഇതെങ്ങനെ പണിത്? പണ്ടേക്ക് ഓർമ്മയുണ്ട്, തോമസ് ഉണ്ണിയാടൻ MLA ആയിരുന്ന സമയത്ത് ഞാൻ അങ്ങേരെ ഇവിടെ 10 കൊല്ലം ഈ ഔട്ടർ റിംഗ് റോഡ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങേരെ ഒരു 20 കിലോമീറ്റർ റിംഗ് റോഡിൽ ഓടിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, സുരേഷ് ഇത് ഞാനിവിടെ MLA ആയിരുന്നു അന്ന് അങ്ങേര്. അപ്പം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഇതൊന്നും ഇവിടെ നടക്കില്ല, നമ്മുടെ നാട്ടിൽ ചർച്ചയേ ഉണ്ടാവുള്ളൂ എന്നാണ്. അന്നാണ് ഒരു എക്സ്പ്രസ് വേയിൽ ഒരു അടി ഉണ്ടായിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം. ഇതാണ് ഒരു പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ചർച്ചയാണ് ആദ്യം, ചർച്ചയും അടിയും. ഇതേ ഉള്ളൂ. നമുക്ക് ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഷോർട്ട് ടേം വിഷൻ മാത്രമേ ഉള്ളൂ. അദാനി പ്രൈവറ്റ് സെക്ടർ നല്ലതല്ല. ഈ ചൈനയെ കണ്ടുപഠിക്കണം. ഇവര് ചൈനയാണല്ലോ ഇവരുടെ റോൾ മോഡൽ. സീ ജിൻപിങ്ങിനെ കണ്ടുപഠിക്കണം. എന്താണ് കോമ്പറ്റീഷൻ, എങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഫണ്ട്സ് റേസ് ചെയ്യേണ്ടത്. ഇന്നിപ്പോ കേരളത്തിന്റെ കാര്യം പിച്ചച്ചട്ടി എടുത്ത തെണ്ടുവാണ് ചിലവരൊക്കെ കാശിന് വേണ്ടിയിട്ട്. ആ സ്റ്റേറ്റ്. അതെ, സാറിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരു വിഷൻ എന്ന നിലയിൽ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് പലപ്പോഴും പറയുന്നത് പോലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണോ, അതല്ല സമ്പൂർണമായി പ്രൈവറ്റൈസ് ചെയ്തിട്ട് മത്സരത്തിന്റെ ഒരു ഭൂമികയിലേക്ക് സമ്പൂർണമായി നമ്മുടെ ഡെവലപ്മെന്റൽ സെക്ടർ ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണോ? ഏതാണ് സാറിന്റെ ഒരു കൺസെപ്റ്റ്? ഇതൊരു പ്രൈവറ്റും പബ്ലിക് സെക്ടറും തമ്മിൽ കോമ്പീറ്റ് ചെയ്യണം സാർ. ഇന്ന് BSNL പണ്ടത്തെ BSNL അല്ല. പണ്ട് BSNL പറയും, കാരണം നിങ്ങളുടെ ഫോൺ ഡെഡ് ആയി കഴിഞ്ഞാൽ പോയി പണി വെക്കാൻ പറയും. എനിക്ക് ഓർമ്മയുണ്ട്, കരുവന്നൂർ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഫോൺ കേടാമെന്ന് അമ്മ വിളിച്ചു, അവരുടെ 1 മാസമായി ഫോൺ കേടായിട്ടെന്ന് പറയും. ഒരു സെക്കൻഡ് സർ, പ്രോപ്പർ കരുവന്നൂരാണോ സാറിന്റെ നാട്? ആണ് സാറേ, പ്രോപ്പർ കരുവന്നൂർ ചെറിയ പാലത്തിനടുത്താണ് എന്റെ വീട്, മെയിൻ റോഡിൽ. ഇപ്പൊ ഇനി ആരോടും പറയണ്ട ഞാൻ കരുവന്നൂർക്കാരനാണ്, അത്ര മോശമായിട്ടുണ്ടാ നാട്. എന്ത് ചെയ്യാറ് സാറേ, കഷ്ടം. പണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അവിടെ എത്തണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഞാൻ പറയണെങ്കിൽ KCB ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മൾ ടെലികോം സെക്ടറിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് വർക്ക് ചെയ്യണം. ടെലികോം സെക്ടർ ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞവർ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്? നമ്മുടെ എയർലൈൻസ്, നമ്മുടെ എയർപോർട്ട്, നമ്മുടെ ഹൈവേ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ട ഈ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ട, അവർ കാശ് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അവർക്ക് നല്ലൊരു സർവീസ് വേണം. അതാണ് അവർ ചോദിക്കുന്നത്. നല്ലൊരു ബസ്, ഇപ്പൊ ബസ് സർവീസ് ആയാലും മെട്രോ ആയാലും അവർക്ക് വേണ്ടതെന്ന് ഞങ്ങൾ കാശ് തരാൻ റെഡിയാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ല സർവീസ് വേണം, സമയത്തിനുള്ള സർവീസ് വേണം. ഒരു ചെറിയ മഴ വന്ന കറണ്ട് പോകാൻ പാടില്ല. എവിടെ ഞങ്ങളുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ സാർ അപ്പം എനിക്ക് SMS കിട്ടും എൻ്റെ ഫോണിൽ, എൻ്റെ ഏരിയയിൽ കറണ്ട് എത്ര മണിക്ക് പോയി, ഇറ്റ് വിൽ ബി റിസ്റ്റോർഡ് ഇൻ ദ നെക്സ്റ്റ് 35 മിനിറ്റ്സ്. സമയം തരുമായിരുന്നു നമുക്ക്, 35 മിനിറ്റിനുള്ളിൽ റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. കറണ്ട് വരും, പിന്നെ ഒരു SMS വരും, ദ പവർ ഹസ് ബീൻ റിസ്റ്റോർഡ്, ഇൻ കേസ് എനി ഇഷ്യൂ പ്ലീസ് ലെറ്റ് us know. ആലോചിച്ചൊക്കെ, ഇതേ തെലങ്കാന സ്റ്റേറ്റ് ബോർഡാണിത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, അതിനെ 3 വിഭജിച്ചു. തെലങ്കാന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ 3 വിഭജിച്ചു, സൗത്ത്, സെൻട്രൽ ആൻഡ് നോർത്ത്. അതിൽ കോമ്പറ്റീഷൻ തുടങ്ങി. എന്നാൽ നോർത്ത് എന്ന് പറഞ്ഞാൽ നോർത്തേൺ തെലങ്കാന, സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഹൈദരാബാദ് ഏരിയ, സൗത്ത് എന്ന് പറഞ്ഞാൽ കർണൂലും ആ ഏരിയയൊക്കെ ആയിട്ട് വരും, മഹബൂബ് നഗറൊക്കെ ആയിട്ട് വരും. ഇങ്ങനെയാണ് വേണ്ടത്. ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് വേണം. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ എത്ര വെള്ളാനകളുണ്ട് സാറേ, എത്ര പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്, എത്ര ലാഭത്തിൽ ഓടണം, എത്ര നഷ്ടത്തിൽ ഓടുന്നുണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പബ്ലിക് സെക്ടർ മാത്രം ഞങ്ങൾ കൊണ്ടുപോകണം. അതാണ് പണ്ടത്തെ സോവിയറ്റ് മോഡൽ. അതായത് പണ്ട് വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുക,
എന്നിട്ട് എന്ത് പറ്റിയ അവസാന കമ്പനികൾക്ക് നമ്മൾ കണ്ടുല്ലോ. എത്രയോ നമ്മുടെ യെസ്, തന്നെ വെള്ളാണ്ടികളുണ്ട് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ. നമ്മുടെ ദേശത്തിലുണ്ട്. തീർച്ചയായിട്ടും. ബി എസ് എൻ എൽ വിറ്റു. ബി എസ് എൻ എൽ വിറ്റത് ആരാ? ബി എസ് എൻ എൽ വി എസ് വിജയ് എൻ എൽ സൽമാൻ. പഴയത്. ആരാ വിറ്റത്? കോൺഗ്രസ്സുകാരാണ് വിറ്റത്. അവർക്ക് യെസ്, മനസ്സിലായി അതൊരു നേരെയാവില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിയവര്. അപ്പൊ വിൽക്കാണ്ട് പറ്റിയില്ല അത്. അതേമാതിരി യെസ്, എയർ യെസ്. ഇന്ത്യ വിറ്റ് കഴിഞ്ഞവർ. അങ്ങനെ കുറെ നമുക്ക് നമ്മുടെ പബ്ലിക്കിന്റെ ടാക്സ് പേയേഴ്സ് മണി കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ടാക്സ് ആണ്. അത് ഏതോ ഒരുത്തിന് കാരം ബോർഡ് കളിച്ച് കാലത്തൊട്ട് വൈകുന്നേരം വരെ കമ്പനിയിലിരുന്ന് പിന്നെ 6 മണി കഴിഞ്ഞാൽ ഓവർ ടൈം വാങ്ങാനല്ല. എച്ച് ഉം. എയിലാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഈ ബി ജെ പി ഗവൺമെന്റ് വന്ന സമയത്ത് എച്ച് എല്ലിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ട്, രാഹുൽ ഗാന്ധി പുറത്തു പോയി ഒരു ധർണയൊക്കെ ചെയ്തിരുന്നു എച്ച് എല്ലിന്റെ പുറത്ത് ഇരുന്നിട്ട്. ഓ ഓ ഓ ഇന്ന് എച്ച് എല്ലിന് 38,000 കോടിയുടെ ഓർഡറാണ്. ഓ ആലോചിച്ചു. ഓ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് അത്ര ദൂരം പോകണ്ട. കൊച്ചിൻ ഷിപ്പ്യാർഡ് എടുത്തോളം ഒരു കാലത്ത് ട്രേഡ് യൂണിയന്റെ ഒരു കേന്ദ്രമായിരുന്നു അത്. INS വിക്രാന്ത് അവിടെയാണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ആ മൈൻഡ് സെറ്റ് മാറിയത്? അതാണ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. യെസ്. നമ്മള് സത്യത്തിൽ സാർ ഈ നീതി ആയോഗിൽ നിന്ന് ആസൂത്രണ കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്കുള്ള പരിവർത്തനത്തിന്റെ കഥ പറഞ്ഞ സാറ് സത്യത്തിൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ വരേണ്ട അനിവാര്യമായ മനോഭാവ മാറ്റത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വികസന സങ്കല്പം ഈ പ്രൊഡക്ടിവിറ്റി, കോമ്പീറ്റൻസി, എഫിഷ്യൻസി തുടങ്ങിയ പദങ്ങളിലേക്ക് തിരിച്ചു വരികയും ഈ ഗവൺമെന്റ് സെക്ടർ തന്നെ ഡെവലപ്മെന്റ് ഏറ്റെടുക്കുന്നതിന്റെ പരിമിതികൾ തിരിച്ചറിയുകയും ചെയ്യാൻ മമതാ ബാനർജിക്ക് മാത്രമല്ല ഇന്ത്യ മുഴുവൻ പൗരന്മാർക്കും സാധിക്കട്ടെ എന്ന ഒരു സന്ദേശമാണ് സാറ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ച ഇതിന്റെ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്. സാറുമായിട്ട് ഇനിയും ഇത്തരം ചർച്ചകൾ തുടരണമെന്നാണ് എന്റെയും താല്പര്യം. ഈ ഒരു അധ്യായം നമ്മുടെ ഒരു പ്രൈമറി ചാപ്റ്റർ എന്ന നിലയിൽ അവസാനിപ്പിക്കുമ്പോൾ സാറിന് ചേർത്ത് പറയാനുള്ള സന്ദേശം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം സാർ. ഞാൻ പറയണ എത്രയേ ഉള്ളൂ. അത് പ്ലാനിംഗ് കമ്മീഷൻ ആയാലും നിതി ആയോഗ് ആയാലും ആരായാലും നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മുടെ ഒരു രാഷ്ട്രത്തിന്, നമ്മുടെ ഒരു സംസ്ഥാനത്തിന് എന്താണ് ഏറ്റവും നല്ലത്? അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ എന്താ വേണ്ടത്? എംപ്ലോയ്മെന്റ് എങ്ങനെയാ കൊണ്ടുവരിക? നമ്മൾ സർവീസസിന്റെ റേറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? പെർ യൂണിറ്റ് റേറ്റ് എത്ര കുറയ്ക്കാൻ പറ്റും? മൊബൈൽ ഫോണിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിരുന്നു സാറിന്. അതേമാതിരി എല്ലാത്തരം KSRTC ആവട്ടെ, ഏത് സർവീസ് ആവട്ടെ, നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് അവിടത്തെ ഉള്ള ഓരോ പൊളിറ്റിക്കൽ പാർട്ടി, റൂളിംഗ് പാർട്ടിയുടെ റെസ്പോൺസിബിലിറ്റി അതാണ്. നമ്മുടെ ജനങ്ങളെ സേവിക്കുക. അതാണ് അതിലൊരു MP ഫണ്ട് എടുത്ത് ബസ് സ്റ്റാൻഡ് പണിയാനല്ല അതിന്റെ എഫിഷ്യൻസി കാണിക്കുന്നത്. നമ്മൾ അവിടെയുള്ള ഓരോ നമ്മുടെ പബ്ലിക് സെക്ടർ, പബ്ലിക് യൂണിറ്റ് ആയാലും പ്രൈവറ്റ് ആയാലും അവർ എഫിഷ്യൻ്റ് ആയിട്ട് സർവീസ് ചെയ്യുന്നോ ഇല്ല നോക്കണം. ഒരു പ്രൈവറ്റ് സെക്ടർ ജോലി ചെയ്തില്ലെങ്കിൽ പിരിച്ചുവിടും. പക്ഷെ നമ്മൾ ഗവൺമെന്റിൽ അറിയാം ജോലി ചെയ്തില്ലെങ്കിലും അവന് ശമ്പളം കിട്ടും. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ. സുരേഷ് കൊച്ചാട്ടിൽ സാറിന് ഞങ്ങൾ തൽക്കാലം നന്ദി പറയുന്നു. സാറിനെ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി സാർ. താങ്ക്സ് എ ലോട്ട്. നമസ്കാരം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.